നമസ്കാരം ഫ്രണ്ട്സ്. ഇനി നമുക്ക് ദിവസേന ഉപയോഗിക്കുന്ന ചില പുതിയ വാചകങ്ങൾ മനസ്സിലാക്കാം. വീട്ടിലെത്തിയാൽ നീ എന്നെ വിളിക്കുമോ? നീ വീട്ടിലെത്തിയാൽ എന്നെ നീ വിളിക്കുമോ എന്നെങ്ങനെ ചോദിക്കാം? Will you call me when you reach home? Will you call me when you reach home? അല്ലേ, നീ വീട്ടിലെത്തിയാൽ എന്നെ വിളിക്കുമോ? അതിൻ്റെ ആൻസർ എന്തായിരിക്കാം? രണ്ട് ആൻസർ വരാൻ സാധ്യതയുണ്ട് അല്ലേ. ഒന്നാമതാണെങ്കിൽ യെസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ആൻസർ? യെസ് ഐ വിൽ കോൾ യു വെൻ ഐ റീച്ച് ഹോം. അല്ലേ, യെസ് ഞാൻ വീട്ടിലെത്തിയാൽ നിന്നെ ഞാൻ വിളിക്കും. അല്ലെങ്കിലോ നോ ഐ വിൽ നോട്ട് കോൾ യു വെൻ ഐ റീച്ച് ഹോം. ഐ വിൽ നോട്ട് കോൾ യു വെൻ ഐ റീച്ച് ഹോം. ഞാൻ വീട്ടിലെത്തിയാൽ നിന്നെ വിളിക്കില്ല. ഇനി നീ വീട്ടിലെത്തിയാൽ എന്നെ വിളിക്കില്ലേ? വീട്ടിലെത്തിയാൽ നീ എന്നെ വിളിക്കില്ലേ എന്നെങ്ങനെ ചോദിക്കാം? ഇവിടെ നമുക്ക് വിൽ യു കോൾ മീ എന്നതിന് പകരം വോണ്ട് യു കോൾ മീ എന്നുപയോഗിക്കാം. എങ്ങനെ പറയാം അപ്പോൾ? വോണ്ട് യു കോൾ മീ വെൻ യു റീച്ച് ഹോം. വോണ്ട് യു കോൾ മീ വെൻ യു റീച്ച് ഹോം. നീ വീട്ടിലെത്തിയാൽ എന്നെ വിളിക്കില്ലേ? ഇതിനും സെയിം ആൻസേഴ്സ് ആയിരിക്കും വരാവുന്നത് അല്ലേ. ഇതിനും സെയിം ആൻസർ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അല്ലേ. ഏതൊക്കെയായിരിക്കും അത്? ഒന്നെങ്കിൽ യെസ് ഐ വിൽ കോൾ യു വെൻ ഐ റീച്ച് ഹോം അല്ലേ, ഞാൻ വീട്ടിലെത്തിയാൽ നിന്നെ ഞാൻ വിളിക്കാം. ഇല്ലെങ്കിലോ നോ ഐ വിൽ നോട്ട് കോൾ യു വെൻ ഐ റീച്ച് ഹോം. ഇല്ല, ഞാൻ വീട്ടിലെത്തിയാൽ നിന്നെ വിളിക്കില്ല. വേറെ നോക്കാം. ഇന്ന് രാത്രി അത്താഴത്തിന് ഞങ്ങളോടൊപ്പം നീ ഉണ്ടാകുമോ? ഞങ്ങളോടൊപ്പം നീ ചേരുമോ എന്നെങ്ങനെ ചോദിക്കാം? വിൽ യു ജോയിൻ us for dinner tonight? അല്ലേ, വിൽ യു ജോയിൻ us for dinner tonight? ഇന്നത്തെ ഡിന്നറിന് നീ ഞങ്ങളോടൊപ്പം ചേരുമോ? നമ്മളോടൊപ്പം ഉണ്ടാകുമോ? എന്ത് ആൻസർ വരും? ഒന്നെങ്കിൽ പറയാം യെസ് ഐ വിൽ ജോയിൻ യു ഫോർ ഡിന്നർ ടു നൈറ്റ്. അല്ലേ, ഞാൻ ഇന്നത്തെ അത്താഴത്തിന് ഇന്നത്തെ ഡിന്നറിന് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. ഇല്ലെങ്കിലോ നോ ഐ വിൽ നോട്ട് ജോയിൻ യു ഫോർ ഡിന്നർ ടു നൈറ്റ്. അല്ലേ, ഇന്നത്തെ ഡിന്നറിന് ഞാൻ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യില്ല. ഇനി വേറെ നോക്കാം. ഇന്ന് രാത്രി അത്താഴത്തിന് ഞങ്ങളോടൊപ്പം ചേരില്ലേ, ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യില്ലേ എന്നെങ്ങനെ ചോദിക്കാം? വിൽ യു ജോയിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? വിൽ യു ജോയിൻ us എന്നതിന് പകരം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? വോണ്ട് യു ജോയിൻ us for dinner tonight? വോണ്ട് യു ജോയിൻ us for dinner tonight? അല്ലേ, വോണ്ട് യു ജോയിൻ us for dinner tonight? ഇന്നത്തെ അത്താഴത്തിന് ഇന്നത്തെ ഡിന്നറിന് നീ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യില്ലേ? ഇതിനും സെയിം ആൻസറാണ് പ്രതീക്ഷിക്കാവുന്നത് അല്ലേ. ഏതൊക്കെയായിരിക്കും? യെസ് ഐ വിൽ ജോയിൻ യു ഫോർ ഡിന്നർ ടു നൈറ്റ്. അല്ലെങ്കിലോ നോ ഐ വിൽ നോട്ട് ജോയിൻ യു ഫോർ ഡിന്നർ ടു നൈറ്റ്. വേറെ നോക്കാം. നാളെ രാവിലെ ടീം മീറ്റിങ്ങിൽ നിങ്ങൾ അവിടെ ഉണ്ടാകുമോ? നാളെ രാവിലെയുള്ള ടീം മീറ്റിങ്ങിൽ നിങ്ങൾ ഉണ്ടാകുമോ എന്നെങ്ങനെ ചോദിക്കാം? വിൽ യു ബി ദെയർ ഫോർ ദ ടീം മീറ്റിംഗ് ടുമോറോ മോർണിംഗ്? അല്ലേ, നാളത്തെ ടീം മീറ്റിങ്ങിൽ നിങ്ങൾ ഉണ്ടായേക്കുമോ? അല്ലേ, വിൽ യു ബി ദെയർ, നിങ്ങളവിടെ ഉണ്ടായേക്കുമോ ഫോർ ദ ടീം മീറ്റിംഗ് ടുമോറോ മോർണിംഗ്? വിൽ യു ബി ദെയർ ഫോർ ദ ടീം മീറ്റിംഗ് ടുമോറോ മോർണിംഗ്? നാളെ രാവിലെയുള്ള ടീം മീറ്റിങ്ങിൽ നിങ്ങൾ ഉണ്ടായിരിക്കുമോ? അതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? ഒന്നെങ്കിൽ യെസ് ആണെങ്കിൽ എങ്ങനെ വരും? യെസ് ഐ വിൽ ബി ദെയർ ഫോർ ദ ടീം മീറ്റിംഗ് ടുമോറോ മോർണിംഗ്. അല്ലേ, നാളെ രാവിലെയുള്ള ടീം മീറ്റിങ്ങിൽ ഞാൻ ഉണ്ടായേക്കാം. ഇല്ലെങ്കിലോ നോ ഐ വിൽ നോട്ട് ബി ദെയർ ഫോർ ദ ടീം മീറ്റിംഗ് ടുമോറോ മോർണിംഗ്. ഇല്ല, ഞാൻ നാളെ രാവിലെയുള്ള ടീം മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കുക. യു ഷുഡ് ബി ദെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നീ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ വിൽ യു ബി ദെയർ എന്ന് പറഞ്ഞാലോ നീ അവിടെ ഉണ്ടായിരിക്കുമോ? വിൽ യു ബി ദെയർ, നീ അവിടെ ഉണ്ടായിരിക്കുമോ? യെസ് ഐ വിൽ ബി ദെയർ എന്ന് പറഞ്ഞാലോ യെസ് ഞാൻ അവിടെ ഉണ്ടായിരിക്കും. യെസ് ഐ വിൽ ബി ദെയർ, ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ഇനി ഞാൻ ഉണ്ടായിരിക്കില്ല എന്നാണെങ്കിലോ നോ ഐ വിൽ നോട്ട് ബി ദെയർ, ഞാൻ അവിടെ ഉണ്ടായിരിക്കില്ല. ഇനി വേറെന്താ? ഇപ്പം നമ്മൾ പറഞ്ഞു നാളെ രാവിലെയുള്ള ടീം മീറ്റിങ്ങിൽ നീ ഉണ്ടായിരിക്കുമോ എന്നാണല്ലേ ചോദിച്ചത്. ഇനി അടുത്തത് നാളെ രാവിലത്തെ ടീം മീറ്റിങ്ങിൽ നീ ഉണ്ടാകില്ലേ എന്നെങ്ങനെ ചോദിക്കാം? വോണ്ട് യു ബി ദെയർ? വോണ്ട് യു ബി ദെയർ ഫോർ ടീം മീറ്റിംഗ് ടുമോറോ മോർണിംഗ്? വോണ്ട് യു ബി ദെയർ ഫോർ ദ ടീം മീറ്റിംഗ് ടുമോറോ മോർണിംഗ്? നാളെ രാവിലെയുള്ള ടീം മീറ്റിങ്ങിൽ നിങ്ങൾ
ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ ആൻസർ എന്ത് വരും? ഒന്നെങ്കിൽ പറയും യെസ് ഐ വിൽ ബി ദിയർ ഫോർ ദ ടീം മീറ്റിംഗ് ടുമോറോ മോർണിംഗ്. ഇല്ലെങ്കിലോ നോ ഐ വിൽ നോട്ട് ബി ദിയർ ഫോർ ദ ടീം മീറ്റിംഗ് ടുമോറോ മോർണിംഗ്. ഇല്ല, നാളെ രാവിലെയുള്ള ടീം മീറ്റിങ്ങിൽ ഞാൻ ഉണ്ടായിരിക്കില്ല. വേറെ നോക്കാം. എനിക്ക് അവനെ കാണാൻ കഴിയുമോ? എനിക്കവനെ കാണാൻ കഴിയുമോ? ഇങ്ങനെ പറയും വിൽ ഐ ബി ഏബിൾ ടു മീറ്റ് ഹിം. വിൽ ഐ ബി ഏബിൾ ടു മീറ്റ് ഹിം അല്ലേ? വിൽ ഐ ബി ഏബിൾ ടു മീറ്റ് ഹിം. എനിക്കവനെ കാണാൻ കഴിയുമോ? എന്തായിരിക്കും ആൻസർ വരിക? ഒന്നെങ്കിൽ പറയും യെസ് യു വിൽ ബി ഏബിൾ ടു മീറ്റ് ഹിം. അതെ, നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയും. ഇല്ലെങ്കിലോ നോ യു വിൽ നോട്ട് ബി ഏബിൾ ടു മീറ്റ് ഹിം. ഇല്ല, നിങ്ങൾക്ക് അവനെ മീറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ അവന് നിങ്ങളെ കാണാൻ കഴിയുമോ എന്നെങ്ങനെ ചോദിക്കാം? അവന് നിങ്ങളെ കാണാൻ കഴിയുമോ? ഇങ്ങനെ ചോദിക്കാം വിൽ ഹി ബി ഏബിൾ ടു മീറ്റ് യു. വിൽ ഹി ബി ഏബിൾ ടു മീറ്റ് യു. അവന് നിങ്ങളെ കാണാൻ കഴിയുമോ? അപ്പോൾ ആൻസർ എന്ത് വരാം? ഒന്നെങ്കിൽ പറയും യെസ് ഹി വിൽ ബി ഏബിൾ ടു മീറ്റ് യു. ഇല്ലെങ്കിലോ നോ ഹി വിൽ നോട്ട് ബി ഏബിൾ ടു മീറ്റ് യു. ഇല്ല, അവന് നിങ്ങളെ മീറ്റ് ചെയ്യാൻ കഴിയില്ല. വേറെ നോക്കാം. അവന് നിങ്ങളെ കാണാൻ കഴിയില്ലേ എന്നെങ്ങനെ ചോദിക്കാം? കഴിയുമോ എന്നല്ല, കഴിയില്ലേ എന്നെങ്ങനെ ചോദിക്കാം? വോണ്ട് ഹി ബി ഏബിൾ ടു മീറ്റ് യു. വോണ്ട് ഹി ബി ഏബിൾ ടു മീറ്റ് യു. അവന് നിങ്ങളെ കാണാൻ കഴിയില്ലേ? അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഒന്നെങ്കിൽ പറയും യെസ് ഹി വിൽ ബി ഏബിൾ ടു മീറ്റ് യു. ഇല്ലെങ്കിൽ നോ ഹി വിൽ നോട്ട് ബി ഏബിൾ ടു മീറ്റ് യു. ഇനി അടുത്തത്, എനിക്ക് നാളെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നെങ്ങനെ ചോദിക്കാം? എനിക്ക് നാളെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമോ? എങ്ങനെ ചോദിക്കാം? വിൽ ഐ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ. വിൽ ഐ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ. എനിക്ക് നാളത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമോ? വേറെ നോക്കാം. അവർക്ക് നാളെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നെങ്ങനെ ചോദിക്കാം? അവർക്ക് നാളെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമോ? എങ്ങനെയായിരിക്കും? വിൽ ദേ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ. വിൽ ദേ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ. നാളെ അവർക്ക് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ? വിൽ ദേ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ. ഇവിടെ രണ്ട് ആൻസർ വരുമല്ലോ, ഏതായിരിക്കാം? ഒന്നെങ്കിൽ പറയും യെസ് ദേ വിൽ ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ. അല്ലെങ്കിലോ നോ ദേ വിൽ നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ. നാളെ അവർക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. വേറെ നോക്കാം. എനിക്ക് പെട്ടെന്ന് ഒരു പുതിയ ഭാഷ പഠിക്കാൻ കഴിയുമോ? എനിക്ക് പെട്ടെന്ന് ഒരു ഭാഷ പഠിക്കാൻ കഴിയുമോ എന്നെങ്ങനെ ചോദിക്കാം? വിൽ ഐ ബി ഏബിൾ ടു ലേൺ എ ന്യൂ ലാംഗ്വേജ് ക്വിക്ക്ലി. അല്ലേ? വിൽ ഐ ബി ഏബിൾ ടു ലേൺ എ ന്യൂ ലാംഗ്വേജ് ക്വിക്ക്ലി. പെട്ടെന്ന് തന്നെ എനിക്കൊരു പുതിയ ഭാഷ പഠിക്കാൻ കഴിയുമോ? എന്തായിരിക്കും ആൻസേഴ്സ് വരാൻ സാധ്യത? ഒന്നെങ്കിൽ പറയും യെസ് യു വിൽ ബി ഏബിൾ ടു ലേൺ എ ന്യൂ ലാംഗ്വേജ് ക്വിക്ക്ലി. പെട്ടെന്ന് കഴിയും അല്ലേ? നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പുതിയ ഭാഷ പഠിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ എന്നായിരിക്കും ആൻസർ വരിക? നോ യു വിൽ നോട്ട് ബി ഏബിൾ ടു ലേൺ എ ന്യൂ ലാംഗ്വേജ് ക്വിക്ക്ലി. ഇല്ല, നിങ്ങൾക്ക് പെട്ടെന്നൊരു ഭാഷ പഠിക്കാൻ കഴിയില്ല. വേറെ നോക്കാം. എനിക്കൊരു നല്ല ജോലി കണ്ടെത്താൻ കഴിയുമോ? എനിക്കൊരു നല്ല ജോലി കണ്ടെത്താൻ കഴിയുമോ എങ്ങനെ ചോദിക്കാം? വിൽ ഐ ബി ഏബിൾ ടു ഫൈൻഡ് എ ഗുഡ് ജോബ്. വിൽ ഐ ബി ഏബിൾ ടു ഫൈൻഡ് എ ഗുഡ് ജോബ്. എനിക്കൊരു നല്ല ജോലി കണ്ടെത്താൻ കഴിയുമോ? ഇത്ര ആൻസർ എന്തായിരിക്കും? ഒന്നെങ്കിൽ പറയും യെസ് യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് എ ഗുഡ് ജോബ്. ഇല്ലെങ്കിലോ നോ യു വിൽ നോട്ട് ബി ഏബിൾ ടു ഫൈൻഡ് എ ഗുഡ് ജോബ്. ഇല്ല, നിങ്ങൾക്കൊരു നല്ല ജോലി കണ്ടെത്താൻ കഴിയില്ല. അടുത്തത് നോക്കാം. അടുത്ത വർഷം എനിക്ക് വിദേശയാത്ര നടത്താനാകുമോ? അടുത്ത വർഷം എനിക്ക് വിദേശയാത്ര നടത്താനാകുമോ എന്നെങ്ങനെ ചോദിക്കാം? വിൽ ഐ ബി ഏബിൾ ടു ട്രാവൽ. വിൽ ഐ ബി ഏബിൾ ടു ട്രാവൽ അബ്രോഡ് നെക്സ്റ്റ് ഇയർ. വിൽ ഐ ബി ഏബിൾ ടു ട്രാവൽ അബ്രോഡ് നെക്സ്റ്റ് ഇയർ. വിൽ ഐ ബി ഏബിൾ ടു ട്രാവൽ അബ്രോഡ് നെക്സ്റ്റ് ഇയർ. എനിക്ക് അടുത്ത വർഷം വിദേശയാത്ര നടത്താൻ കഴിയുമോ? വേറെ നോക്കാം. നിനക്കത് ചെയ്യാൻ കഴിയുമോ? വിൽ യു ബി ഏബിൾ ടു ഡു ദാറ്റ്. വിൽ യു ബി ഏബിൾ ടു ഡു ദാറ്റ്. ഇനി നമുക്ക് ക്യാൻ യു ഡു ഇറ്റ് എന്നൊന്ന് ചോദിക്കാം അല്ലേ?
ക്യാൻ യു ഡു ദാറ്റ്? ക്യാൻ യു ഡു ദാറ്റ് എന്നും നമുക്ക് ചോദിക്കാം. ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? നിനക്കത് ചെയ്യാൻ കഴിയുമോ? വിൽ യു ബി ഏബിൾ ടു ഡു ദാറ്റ്? അപ്പോൾ എന്ത് ആൻസർ വരും? യെസ്, യു വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. ഇല്ലെങ്കിലോ? നോ, യു വിൽ നോട്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്. ഇല്ല, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. ഇനി ഇവിടെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലേ എന്നെങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലേ എന്ന് ചോദിക്കാം. വോണ്ട് യു ബി ഏബിൾ ടു ഡു ദാറ്റ്? വോണ്ട് യു ബി ഏബിൾ ടു ഡു ദാറ്റ്? നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലേ? വേറെ നോക്കാം. നിങ്ങൾ ഇന്ന് പാർട്ടിക്ക് വരില്ലേ എന്നെങ്ങനെ ചോദിക്കാം. നിങ്ങൾ ഇന്ന് പാർട്ടിക്ക് വരില്ലേ? വോണ്ട് യു ബി കമ്മിങ് ടു ദ പാർട്ടി? നിങ്ങൾ പാർട്ടിക്ക് വരുന്നില്ലേ? നിങ്ങൾ പാർട്ടിക്ക് വരില്ലേ എന്നെങ്ങനെ ചോദിക്കാം. വോണ്ട് യു ബി കമ്മിങ് ടു ദ പാർട്ടി? വോണ്ട് യു ബി കമ്മിങ് ടു ദ പാർട്ടി? നിങ്ങൾ പാർട്ടിക്ക് വരില്ലേ? ഇനി വേറെ എന്നാ, എത്രയും നീണ്ട ഷിഫ്റ്റിൽ ജോലി ചെയ്തിട്ട് ക്ഷീണിച്ചിരിക്കില്ലേ, അല്ല ക്ഷീണമായിരിക്കില്ലേ എന്നെങ്ങനെ ചോദിക്കാം. വോണ്ട് യു ബി ടയർഡ് ആഫ്റ്റർ വർക്കിംഗ് സച്ച് എ ലോങ് ഷിഫ്റ്റ്? വോണ്ട് യു ബി ടയർഡ് ആഫ്റ്റർ വർക്കിംഗ് സച്ച് എ ലോങ് ഷിഫ്റ്റ്? ഇത്രയും നീണ്ട ഷിഫ്റ്റിൽ ജോലി ചെയ്തിട്ട് ക്ഷീണമായിരിക്കില്ലേ, അല്ലേ? ഇത്രയും നീണ്ട ഷിഫ്റ്റിൽ ജോലി ചെയ്തിട്ട് ക്ഷീണിച്ചിരിക്കില്ലേ, അല്ലെങ്കിൽ ക്ഷീണമായിരിക്കില്ലേ എന്നെങ്ങനെ ചോദിക്കാം. വോണ്ട് യു ബി ടയർഡ് ആഫ്റ്റർ വർക്കിംഗ് സച്ച് എ ലോങ് ഷിഫ്റ്റ്, അല്ലേ? വേറെ നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വി വിൽ സീ അഗെയിൻ വിത്ത് അനദർ വീഡിയോ. താങ്ക് യു.